മെക് പി എസ് സി ഓൺലൈൻ സ്റ്റഡി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിറ്റർ ട്രേഡുമായി ബന്ധപ്പെട്ട ഒരുപാട് എക്സാമുകൾ ഈ വർഷം വരാനിരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് ട്രേഡ്സ്മാൻ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ടെക്നിക്കൽ ഹൈസ്കൂൾ, പോളിടെക്നിക്, എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവയുടെ വർക്ക്ഷോപ്പുകളിലേക്കുള്ള ട്രേഡ്സ്മാൻ ഫിറ്റിംഗ് എക്സാമാണ് അത്. മുൻകാലങ്ങളിൽ കാറ്റഗറി നമ്പർ 112/2022 പ്രകാരം 10/11/2022 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. വിച്ച് മാർക്കിംഗ് മീഡിയ ഈസ് യൂസ്ഡ് ഫോർ റഫ് ഫോർജിങ് ആൻഡ് കാസ്റ്റിംഗ് വിത്ത് ഓക്സിഡൈസ്ഡ് സർഫസസ്? ഓപ്ഷൻ എ കോപ്പർ സൾഫേറ്റ്, ഓപ്ഷൻ ബി പ്രഷ്യൻ ബ്ലൂ, ഓപ്ഷൻ സി സെല്ലുലോസ് ലാക്വർ, ഓപ്ഷൻ ഡി വൈറ്റ് വാഷ്. അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ കാണിച്ചിരിക്കുന്ന 4 ഓപ്ഷൻസുകളും ഈ ഒരു മാർക്കിംഗ് മീഡിയയിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിൽ റഫ് ഫോർജിങ് ആൻഡ് കാസ്റ്റിങ്ങിന് വൈറ്റ് വാഷാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ലൈൻ, വിസിബിൾ ലൈൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രഷ്യൻ ബ്ലൂ ആണ് യൂസ് ചെയ്യുക. പ്രഷ്യൻ ബ്ലൂവിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഡ്രൈ ആവാൻ ടൈം എടുക്കുന്നുള്ളതാണ്. സെല്ലുലോസ് ലാക്വർ പെട്ടെന്ന് ഡ്രൈ ആവുന്ന ഒരു ടൈപ്പ് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള മാർക്കിംഗ് മീഡിയ ആണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി വൈറ്റ് വാഷ് ആണ്. റഫ് ഫോർജിങ് ആൻഡ് കാസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്നത് വൈറ്റ് വാഷ്. ദ നെക്സ്റ്റ് വൺ, എഞ്ചിനീയേഴ്സ് സ്റ്റീൽ റൂൾ ഈസ് ഗ്രാജുവേറ്റഡ് ഇൻ 10 mm, 5 mm, 1 mm, 0.5 mm. ദ റീഡിംഗ് ആക്യുറസി ഓഫ് ദ സ്റ്റീൽ റൂൾ ഈസ് ഓപ്ഷൻ എ 0.01 mm, ഓപ്ഷൻ ബി 0.05 mm, ഓപ്ഷൻ സി 0.5 mm, ഓപ്ഷൻ ഡി 1 mm. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് റീഡിംഗ് ആക്യുറസി എന്ന് പറയുന്നത് ലീസ്റ്റ് കൗണ്ട് ആണ്. അപ്പോൾ ഇവിടെ ഗ്രാജുവേഷൻസ് എല്ലാം കാണിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ചെറിയ റീഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് 0.5 mm ആണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 0.5 mm. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റും ചോദിക്കാറുണ്ട്, ലീസ്റ്റ് കൗണ്ട് ഓഫ് എഞ്ചിനീയേഴ്സ് സ്റ്റീൽ റൂൾ എത്രയാണെന്ന്. ഇനി ഈ ക്വസ്റ്റ്യനിൽ 10 mm, 5 mm, 1 mm കൊടുത്തിട്ട് റീഡിംഗ് ആക്യുറസി ചോദിക്കുകയാണെങ്കിൽ അത് 1 mm ആയിരിക്കും വരിക. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ചെറിയ അളവ് നോക്കിയിട്ട് നമ്മൾ റീഡിംഗ് ആക്യുറസി പിക്ക് ചെയ്യണം. ദ നെക്സ്റ്റ് വൺ, സ്ക്രൈബേഴ്സ് ആർ മെയ്ഡ് ഓഫ് ഓപ്ഷൻ എ ഹൈ സ്പീഡ് സ്റ്റീല്, ഓപ്ഷൻ ബി ഹൈ കാർബൺ സ്റ്റീല്, ഓപ്ഷൻ സി മൈൽഡ് സ്റ്റീൽ, ഓപ്ഷൻ ഡി ടങ്സ്റ്റൺ കാർബൈഡ്. അപ്പോൾ സ്ക്രൈബർ എന്ന് പറയുന്നത് മാർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അപ്പോൾ അത് മേക്ക് ചെയ്തിരിക്കുന്നത് ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടാണ്. ഓപ്ഷൻ ബി ഹൈ കാർബൺ സ്റ്റീലാണ് ആൻസർ വരുന്നത്. ദ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മോസ്റ്റ് യൂസ്ഡ് ഡാറ്റം സർഫസ് ഇൻ വർക്ക്ഷോപ്പ്? സർഫസ് പ്ലേറ്റ്, സർഫസ് ഗേജ്, സർഫസ് സ്റ്റീല്, ആങ്കിൾ പ്ലേറ്റ്. ഇപ്പോൾ ഡാറ്റം സർഫസ് അല്ലെങ്കിൽ റെഫറൻസ് സർഫസ് ഒക്കെ ആയിട്ട് നമുക്ക് വർക്ക് പ്ലേസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സർഫസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡാറ്റം സർഫസ് എന്ന് പറയുന്നത് സർഫസ് പ്ലേറ്റ് ആണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ, ആക്യുറസി ഓഫ് ഔട്ട്സൈഡ് കാലിപ്പർ ഈസ് ഓപ്ഷൻ എ 0.01 mm, ഓപ്ഷൻ ബി 0.02 mm, ഓപ്ഷൻ സി 0.05 mm, ഓപ്ഷൻ ഡി 0.5 mm. അപ്പോൾ ഔട്ട്സൈഡ് കാലിപ്പറിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത് 0.5 mm ആണ്. ഓപ്ഷൻ ഡി 0.5 mm. ദ നെക്സ്റ്റ് വൺ, പോയിൻ്റ് ആംഗിൾ ഓഫ് ഡോട്ട് പഞ്ച് ഫോർ മാർക്കിംഗ് വിറ്റ്നസ് മാർക്ക്. അപ്പോൾ വിറ്റ്നസ് മാർക്ക് ചെയ്യുന്ന ഡോട്ട് പഞ്ചിൻ്റെ പോയിൻ്റ് ആംഗിൾ എത്രയെന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻസിൽ 30 ഉണ്ട്, 60, 90, 45. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. വിറ്റ്നസ് മാർക്കിന് ഉപയോഗിക്കുന്ന ഡോട്ട് പഞ്ച് ഓപ്ഷൻ ബി 60 ഡിഗ്രിയാണ് വരുന്നത്. The next one, in a universal surface gauge, where is the
സ്പിൻഡിൽ ഈസ് അറ്റാച്ച്ഡ് ഓൺ. യൂണിവേഴ്സൽ സർഫസ് ഗേജിൽ സ്പിൻഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ എ ബേസ്, ഓപ്ഷൻ ബി ബോഡി, ഓപ്ഷൻ സി റോക്കർ ആം, ഓപ്ഷൻ ഡി സ്നഗ്. അപ്പോൾ ഇവിടെ റോക്കർ ആമിലാണ് സ്പിൻഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ബേസ് എന്ന് പറയുന്നത് ആ ഒരു സർഫസ് ഗേജിൻ്റെ ബോട്ടം പോർഷനാണ്. പിന്നെ ആ ബേസിൻ്റെ മുകളിലാണ് ബോഡി കൊടുത്തിരിക്കുന്നത്. ബോഡിയിൽ റോക്കർ ആം ഉണ്ടായിരിക്കും. റോക്കർ ആമിൻ്റെ ഉള്ളിലായിട്ട് സ്പിൻഡിൽ അറേഞ്ച് ചെയ്തിരിക്കും. സി ആണ് ആൻസർ വരുന്നത്, റോക്കർ ആം. ദ നെക്സ്റ്റ് വൺ, സർഫസ് പ്ലേറ്റ്സ് ആർ മെയ്ഡ് ഓഫ്. ഓപ്ഷൻ എ ഗുഡ് ക്വാളിറ്റി കാസ്റ്റ് അയൺ, ഓപ്ഷൻ ബി ഹൈ ക്വാളിറ്റി സ്റ്റീൽ, ഓപ്ഷൻ സി ടൂൾ സ്റ്റീൽ, ഓപ്ഷൻ ഡി ഹൈ കാർബൺ. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്, ഗുഡ് ക്വാളിറ്റി കാസ്റ്റ് അയൺ. ദ 9th question, വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് വി ഗ്രൂവ് ഇൻ വി ബ്ലോക്ക്. ഇപ്പോൾ വി ബ്ലോക്കിലെ ആംഗിൾ എത്രയാണെന്നാണ് ചോദിക്കുന്നത്, വി ഗ്രൂവിൻ്റെ. ഇപ്പോൾ ഇവിടെ 45 ഡിഗ്രി, 90 ഡിഗ്രി, 60 ഡിഗ്രി, 120 ഡിഗ്രി. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഈ ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ദ നെക്സ്റ്റ് വൺ, വിച്ച് part of the combination set is used to mark and check 90 degree and 45 degree angles. Option A center head, option B rule, option C protractor head, option D square head. കോമ്പിനേഷൻ സെറ്റിൽ 90 ഡിഗ്രി ചെക്ക് ചെയ്യാനും മാർക്ക് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ക്വയർ ഹെഡാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. 90 ഡിഗ്രി 45 ഡിഗ്രി ആംഗിൾസ് ചെക്ക് ചെയ്യാനും മാർക്ക് ചെയ്യാനും വേണ്ടിയിട്ട് സ്ക്വയർ ഹെഡ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. The next one, generally which material is used to make hammer head? Option A high speed steel, option B drop forged carbon steel, option C high carbon steel, option D mild steel. Hammer ഹെഡ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീലാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, where the weight of the hammer is shown on. Option A face, option B pin, option C cheek, option D eye hole. ഹാമറിൻ്റെ പാർട്സുകളാണ് പീന്, ചീക്ക്, ഫേസ്. അപ്പോൾ ആ ഒരു ഓർഡർ ടോപ്പ് ടു ബോട്ടം നോക്കുകയാണെങ്കിൽ പീന് ഏറ്റവും ടോപ്പിലുണ്ടാവും, ചീക്ക് കഴിഞ്ഞിട്ട് ഫേസ്, അടിഭാഗത്ത് ഫേസും ഉണ്ടാവും. ഈ ചീക്കിൻ്റെ സെൻട്രലായിട്ടാണ് ഹോളുകൾ പ്രൊവൈഡ് ചെയ്യുക, ഐ ഹോള് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലാണ് ഹാൻഡിൽ പിടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐ ഹോളിന് പാരലായിട്ടുള്ളൊരു സർഫസ് ചീക്കിലുണ്ടായിരിക്കും, അതിൻ്റെ സെൻട്രൽ പോർഷനിൽ. അപ്പോൾ ഇവിടെ ചീക്കിലാണ് നമ്മൾ അതിൻ്റെ വെയ്റ്റും കാര്യങ്ങളുമൊക്കെ എഴുതുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ട്രൈ സ്ക്വയർ. ട്രൈ സ്ക്വയറിൻ്റെ കറക്റ്റ് അല്ലാത്ത
ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യൂസ്ഡ് ടു മെഷർ ഫ്ലാറ്റ്നെസ്, അപ്പോൾ അത് തെറ്റായ കാര്യമാണ്. ടു ചെക്ക് ദ സ്ക്വയർനെസ് കറക്റ്റ് ആൻസർ ആണ്. ടു സെറ്റ് വർക്ക് പീസസ് അറ്റ് റൈറ്റ് ആംഗിൾസ് കറക്റ്റാണ്. ടു യൂസ് മാർക്ക് 90 ഡിഗ്രി, അപ്പോൾ ഇത് ബിയും സിയും ഡിയും കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് അല്ലാത്തത് യൂസ്ഡ് ടു മെഷർ ഫ്ലാറ്റ്നെസ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ലെഗ് വൈസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കണം, ലെഗ് വൈസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾക്ക് ചോദിക്കാറ് ബെഞ്ച് വൈസാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ആണെങ്കിൽ കാസ്റ്റ് അയൺ, കാസ്റ്റ് സ്റ്റീലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ലെഗ് വൈസാണ് ചോദിച്ചിരിക്കുന്നത്. ലെഗ് വൈസ് എന്ന് പറയുമ്പോൾ ഫോർജിങ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വൈസാണ്. അപ്പോൾ അതിൽ ബ്രിട്ടിൽനെസ് കൂടുതലുള്ള കാസ്റ്റ് അയൺ പോലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വർക്കിൽ ഹാമറിങ് ആക്ഷനൊക്കെ ചെയ്യുന്ന സമയത്ത് വൈസിനും ഡാമേജ് വരാനുള്ള സാധ്യത ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ലെഗ് വൈസ് മൈൽഡ് സ്റ്റീൽ പോലുള്ള മെറ്റീരിയൽ, മൈൽഡ് സ്റ്റീൽ, റോട്ട് അയൺ അങ്ങനെയുള്ള മെറ്റീരിയൽ കൊണ്ടൊക്കെയാണ് ഈ ഒരു ലെഗ് വൈസ് ക്രിയേറ്റ് ചെയ്യാറ്. ഇവിടെ ബാക്കിയെല്ലാം കാസ്റ്റ് മെറ്റീരിയൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബിയും സിയും ഡിയും ഒന്നും പറ്റില്ല. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ദ നെക്സ്റ്റ് വൺ, ജെന്നി കാലിപ്പർ ഈസ് യൂസ്ഡ് ടു ലൊക്കേറ്റ് ദ ഡിവൈഡർ സീറ്റ്. ഓപ്ഷൻ ബി, ഫോർ ഫൈൻഡിങ് ദ സെൻറ്റർ ഓഫ് റൗണ്ട് ബാർ. അപ്പോൾ ജെന്നി കാലിപ്പറിൻ്റെ ആൻസർ വരുന്നത് ഫോർ ഫൈൻഡിങ് ദ സെൻറ്റർ ഓഫ് റൗണ്ട് ബാർ ആണ്. അടുത്ത രണ്ട് ഓപ്ഷൻ വരുന്നത് സ്ക്രൈബിങ് ലാർജ് സർക്കിൾസ്, അപ്പോൾ അതിന് ട്രാമലാണ് യൂസ് ചെയ്യുന്നത്. ഫോർ ഫൈൻഡിങ് ദ ആംഗിൾസ്, അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി, ഫോർ ഫൈൻഡിങ് ദ സെൻറ്റർ ഓഫ് റൗണ്ട് ബാർ. ദ നെക്സ്റ്റ് വൺ, ദ ബേസ് യൂണിറ്റ് ഓഫ് ലെങ്ത് ഇൻ SI സിസ്റ്റം. അപ്പോൾ SI സിസ്റ്റത്തിലെ ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും അറിയുന്നൊരു ആൻസറാണ്. ഓപ്ഷൻ സി, മീറ്റർ ആണ് വരുന്നത്. സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, ഡെസിമീറ്റർ ഒക്കെ ഉണ്ട്. ഓപ്ഷൻ സി, മീറ്റർ ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയറക്റ്റ് ആംഗുലർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡയറക്റ്റ് ആംഗുലർ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജെന്നി കാലിപ്പർ, ബെവൽ ഗേജ്, മൈക്രോമീറ്റർ, ബെവൽ പ്രൊട്രാക്ടർ. നമുക്കെല്ലാവർക്കും അറിയുന്ന ആൻസർ തന്നെയാണത്. ബെവൽ പ്രൊട്രാക്ടറാണ് ഡയറക്റ്റ് ആംഗുലർ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 ഇഞ്ച് ഈക്വൽ ടു, എല്ലാവർക്കും അറിയുന്ന ആൻസറാണ് 25.4 mm ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ, 25.4 mm. ദ നെക്സ്റ്റ് വൺ, അക്യുറസി ഓഫ് ബെവൽ പ്രൊട്രാക്ടർ. അപ്പോൾ ഇവിടെ നല്ലപോലെ ശ്രദ്ധിക്കണം. കൂടുതലും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അക്യുറസി ഓഫ് വെർനിയർ ബെവൽ പ്രൊട്രാക്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ 5 മിനിറ്റ് ആയിരുന്നു ആൻസർ വരേണ്ടത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബെവൽ പ്രൊട്രാക്ടറാണ്. 1 ഡിഗ്രി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ അത് കൺഫ്യൂസിങ് ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കൺഫ്യൂസിങ് അല്ല, നമ്മൾ കൂടുതലും പ്രീവിയസ് ഇയറിലൊക്കെ കണ്ടിരിക്കുന്നത് വെർനിയർ ബെവൽ പ്രൊട്രാക്ടറാണ്. 1/12 ഡിഗ്രി ഓർ 5 മിനിറ്റ് ആണ് അതിൻ്റെ ആക്യുറസി വരുന്നത്. ഇവിടുത്തെ ആൻസർ 1 ഡിഗ്രി. ബെവൽ പ്രൊട്രാക്ടർ ആകുമ്പോൾ ആക്യുറസി 1 ഡിഗ്രി. ദ നെക്സ്റ്റ് വൺ, സ്ട്രെയിറ്റ് എഡ്ജസ് ആർ യൂസ്ഡ് ടു ചെക്ക്. ഓപ്ഷൻ എ, പെർപെൻഡിക്കുലാരിറ്റി. ഓപ്ഷൻ ബി, ഫ്ലാറ്റ്നെസ്. ഓപ്ഷൻ സി, സ്ക്വയർനെസ്. ഓപ്ഷൻ ഡി, സ്ട്രെയിറ്റ് ലെങ്ത് ഓഫ് മെഷർ. അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ്നെസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആൻസർ വരുമായിരുന്നു. അപ്പോൾ സ്ട്രെയിറ്റ് എഡ്ജ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ്നെസ് ചെക്ക് ചെയ്യാനും സ്ട്രെയിറ്റ് ലൈന് മാർക്ക് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്
എബൌട്ട് സിംഗിൾ കട്ട് ഫയൽ. ഫസ്റ്റ് വരുന്നത്, അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 3 സ്റ്റേറ്റ്മെൻറ്റ് തരുന്നുണ്ട്. അപ്പോൾ അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതെല്ലാമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ടീത്ത് ആർ അറ്റ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി. അപ്പോൾ അത് സിംഗിൾ കട്ട് ഫയലാവുമ്പോൾ 60 ഡിഗ്രി ആണ് ആംഗിൾ വരിക. റെഡിയാണ്. ഫോർ യൂസ് ഫയലിംഗ് സോഫ്റ്റ് മെറ്റൽസ്. അപ്പോൾ സോഫ്റ്റ് മെറ്റൽസ് ഫയൽ ചെയ്യാനാണ് സിംഗിൾ കട്ട് യൂസ് ചെയ്യുന്നത്. അതും റെഡിയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് എ സിംഗിൾ കട്ട് ഫയൽ ഹാസ് റോസ് ഓഫ് ടീത്ത് കട്ട് ഇൻ 1 ഡയറക്ഷൻ അക്രോസ് ഇറ്റ്സ് ഫേസ്. അപ്പോൾ അതും റെഡി തന്നെയാണ് വരുന്നത്. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റും റെഡി ആയതുകൊണ്ട് ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ് എബൌട്ട് പാർട്സ് ഓഫ് ഫയൽ. ടാങ് ഈസ് എ നാരോ ആൻഡ് തിൻ പാർട്ട് ഓഫ് ഫയൽ വിച്ച് ഫിറ്റ് ഇൻ ടു ദ ഫയൽ. രണ്ടാമത്തത് ഫെറൂൾ ഈസ് ദ പാർട്ട് ഫിറ്റഡ് ടു ദ ടാങ് ഫോർ ഹോൾഡിംഗ് ദ ഫയൽ. മൂന്നാമത്തത് ഹീൽ ഈസ് ദ പോർഷൻ ഓഫ് ദ ബ്രോഡ് പാർട്ട് വിത്തൗട്ട് നിയർ ദ ടാങ്ക്. അപ്പോൾ ഫയലിൻ്റെ പാർട്സുകൾ എല്ലാവരും ഫിഗർ വെച്ച് കറക്റ്റായിട്ട് പഠിക്കണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഇൻ എ ഡബിൾ കട്ട് ഫയൽ ദ ഫസ്റ്റ് റോ ഓഫ് ഫയൽ ഈസ് കോൾഡ്. ഓപ്ഷൻ എ അപ്പ് കട്ട്, ഓപ്ഷൻ ബി മിഡിൽ കട്ട്, ഓപ്ഷൻ സി ഓവർ കട്ട്, ഓപ്ഷൻ ഡി ക്രോസ് കട്ട്. ഈ ഒരു ക്വസ്റ്റ്യനും PSC ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഡബിൾ കട്ട് ഫയലിൽ ഫസ്റ്റ് റോ ഓഫ് ദ ഫയൽ ഈസ് കോൾഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിലെ ഫസ്റ്റ് റോ ഓഫ് കട്ടിനെ ഓവർ കട്ടെന്നും അതിൻ്റെ മുകളിൽ ചെയ്യുന്ന കട്ടിനെ അപ്പ് കട്ട് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ദ നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഹാൻഡ് ഫയൽ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സിമിലർ ടു ദ ഫ്ലാറ്റ് ഫയൽ. അപ്പോൾ ഫ്ലാറ്റ് ഫയലിനെ പോലെ സിമിലർ അല്ല. ഹാൻഡ് ഫയൽ എന്ന് പറയുമ്പോൾ പാരലൽ എഡ്ജസ് ആണ് വരുന്നത്. ഫ്ലാറ്റ് ഫയൽ ആകുമ്പോൾ ടാപ്പർ എഡ്ജസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ്, ദ എഡ്ജസ് അലോങ് ദ വിഡ്ത്ത് ഓഫ് ദീസ് ഫയൽ പാരലൽ അപ് ടു 2/3 ഓഫ് ദ ലെങ്ത് ആൻഡ് ദെൻ ടാപ്പർ. അപ്പോൾ ടാപ്പർ വരുന്ന ഫയൽ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഫയലാണ്. ഹാൻഡ് ഫയൽ എന്ന് പറയുന്നത് പാരലൽ ഫയലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം തെറ്റാണ്. ഇനി മൂന്നാമത്തെ കേസ് വരുന്നത് ദ ഫേസസ് ആർ ഡബിൾ കട്ട്. അപ്പോൾ ഫേസസ് ആർ ഡബിൾ കട്ട് എന്ന് പറയുന്നത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ്. അപ്പോൾ 1 and 2 ഓൺലി, അതായത് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഇതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു, ഇതേപോലത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരുമൊക്കെയായി ഷെയർ ചെയ്യാനും മറക്കരുത്. സോ കീപ് വാച്ചിങ്. താങ്ക് യു.